12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനായുള്ള പോർട്ടൽ തുറക്കുന്നത് CBSE നീട്ടിവച്ചു. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനുമുള്ള പോർട്ടൽ ജൂൺ 1 മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE അറിയിച്ചു. സുതാര്യവും തടസ്സരഹിതവുമായ പ്രക്രിയ ഉറപ്പാക്കാൻ ലക്ഷ്യം വെച്ചാണ് പോർട്ടൽ തുറക്കുന്നത് നീട്ടിവെച്ചതെന്ന് CBSE വൃത്തങ്ങൾ വ്യക്തമാക്കി. 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ഇത്തവണ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, നിരവധി പരാതികൾ ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട് ഓൺ സ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ പരാതികൾക്ക് അറുതിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സ്കാനിങ്ങിലെ ഒരു 5000 ഉത്തരക്കടലാസ്, അതോടൊപ്പം തന്നെ ഉത്തരക്കടലാസ് മാറിപ്പോയ ഒരു 23 സംഭവങ്ങൾ എന്നാണ് CBSE വിശദീകരണം നൽകുന്നത്. മാത്രവുമല്ല, ഈ ജോലി ഏൽപ്പിച്ച, സാങ്കേതിക സഹായം ഏൽപ്പിച്ച മറ്റൊരു ഔട്ട്സോഴ്സിംഗ് കമ്പനിയെ പൂർണ്ണമായും അവരെയാണ് കുറ്റപ്പെടുന്നത് CBSE. പക്ഷേ ഇപ്പോൾ ഈ പോർട്ടൽ തുറക്കുന്നത് നീട്ടിവെക്കുന്ന സാഹചര്യം എന്താണ്? CBSE ഇതിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, അമൃത. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിലുണ്ടായ പാളിച്ചകൾ, അത് വ്യക്തതയില്ലാത്ത ഉത്തരപേപ്പറുകൾ, ഒപ്പം തന്നെ ഉത്തരപേപ്പറുകൾ മാറിപ്പോയ സംഭവം അടക്കമുള്ള പരാതികളാണ് ഉയർന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത്തവണ പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ പേർക്കും തങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. അതിനിടെ ഇത്തവണ സ്വാഭാവികമായും ഈ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം കടലാസിന്റെ പകർപ്പിന് വേണ്ടി തന്നെ 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവർ ഓരോരുത്തരും 2 or 3 വിഷയത്തിൽ ചോദ്യപേപ്പറുകൾക്ക് അല്ലെങ്കിൽ ഉത്തരപേപ്പറുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരിക്കുന്നു. അത്തരത്തിൽ 11 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾക്കാണ് അപേക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇത്രത്തോളം തന്നെ പേർ പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാങ്കേതികമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ പോർട്ടൽ തുറക്കുന്നത് നീട്ടിവെച്ചത് എന്നാണ് CBSE വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. കുറ്റമറ്റ രീതിയിൽ ഇത് നടപ്പാക്കാൻ, പിഴവുകളില്ലാതെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പോർട്ടൽ തുറക്കുന്നത് നീട്ടിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണത്തിൽ CBSE വ്യക്തമാക്കുന്നത്. നേരത്തെയുള്ള അറിയിപ്പ് അനുസരിച്ച് ഇന്നലെയായിരുന്നു പോർട്ടൽ തുറക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പോർട്ടൽ തുറക്കുന്നത് ജൂൺ 1 മാറ്റിവെച്ചതായുള്ള CBSEയുടെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത്. വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷ നൽകുമ്പോൾ ആ പോർട്ടൽ വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ് CBSE ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത വർഷം മുതൽ ഈ ഡിജി ലോക്കറിൽ വിദ്യാർത്ഥികളുടെ CBSE ഉത്തരപേപ്പറുകളുടെ പകർപ്പുകൾ ഉൾപ്പെടെ ലഭ്യമാക്കും എന്ന അറിയിപ്പും CBSEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. നിലവിലിപ്പോൾ 12ാം ക്ലാസ് അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ലഭിക്കുന്നതിന് സമാനമായി തന്നെ അവരുടെ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകളും ഡിജിറ്റൽ ലോക്കറിൽ ലഭ്യമാക്കും എന്നാണ് CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്രയും പരാതികൾ ഉയർന്നിട്ടും ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന രീതി അത് പിൻവലിക്കാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ CBSE തയ്യാറാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഇപ്പോൾ ഈ സ്കൂൾ പ്രിൻസിപ്പൽമാർക്കടക്കം ഇതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അത്തരം മെസ്സേജുകൾ പ്രചരിപ്പിക്കണം എന്ന ആഹ്വാനമൊക്കെ ബോർഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു വാർത്ത കൂടിയാണല്ലോ. പ്രജിനി, ഓൺ സ്ക്രീൻ മാർക്കിംഗ് ലഭ്യമാക്കിയ അല്ലെങ്കിൽ ആ സേവനത്തിനായി കരാറുണ്ടായിരുന്ന കമ്പനി അതിൽ പാളിച്ചകൾ പറ്റിയതായുള്ള വ്യാപക ആക്ഷേപം ഉയർന്നിരിക്കുന്നു. CBSEയുടെ ഉന്നതതലത്തിൽ തന്നെ ചേർന്ന അവലോകന യോഗത്തിൽ ആണ് ഈ 5000-ഓളം വ്യക്തതയില്ലാത്ത ഉത്തരക്കടലാസുകളും 23 ഉത്തരക്കടലാസ് മാറിപ്പോയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അത് ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ എത്രയോ ഇരട്ടിയിലേറെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിന്റെ ഒരു അന്തിമ കണക്കെന്ത് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമല്ല. ഇതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക് കരാർ നൽകിയത് CBSE ആദ്യം മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇളവ് വരുത്തിക്കൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആദ്യ 2 ടെൻഡറുകളിൽ യോഗ്യരായ അപേക്ഷകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഇതിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയായിരുന്നു CBSE. തുടർന്നാണ് നിലവിൽ ഇപ്പോൾ കരാർ നേടിയിരിക്കുന്ന ഈ കമ്പനി, അത് നേരത്തെ തെലങ്കാനയിൽ
അടക്കം ചില സർവകലാശാലകളുടെയും ഉത്തരക്കടലാസുകളുടെയും ഇത്തരത്തിൽ കരാർ നേടുകയും തുടർന്ന് എന്നാൽ പാളിച്ചകളെ തുടർന്ന് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു കമ്പനിയാണ്. അവരെ തന്നെ ഇത് ഏൽപ്പിക്കുകയായിരുന്നു എന്നും ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തതുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഈ കരാർ ലഭിച്ചത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റ് ചില കമ്പനികൾ ഈ കരാറിൽ പങ്കെടുത്ത മറ്റ് ചില കമ്പനികൾ ഇതിന്റെ 3 ഇരട്ടി ഓളം തുകയായിരുന്നു കോട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് ഈ കരാർ നൽകിയത്. അതിൽ പാളിച്ചകൾ പറ്റിയിട്ടില്ല എന്നാണ് CBSEയുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.